ഹലോ, ഗുഡ് മോർണിംഗ്. സംഭവം ഞാൻ ഇന്നോട്ട് വർക്കൗട്ടിന് കയറാണ് കേട്ടോ. ഇന്നലെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ വർക്കൗട്ടിന് കയറാനാണ് ഇരുന്നത്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ മാരക മഴയായിരുന്നു. പിന്നെ വീട്ടിൽ സുല മാത്രമേ ഉണ്ടായിരുന്നു. സുലയും അമ്മുമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ വൈകിട്ടത്തെ വർക്കൗട്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 5:30 മണിയായി. അപ്പോൾ ഞാൻ ഇപ്പോൾ മുതൽ വർക്കൗട്ട് തുടങ്ങുകയാണ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സംഭവം എനിക്ക് പനിയും മറ്റുള്ള ബോഡിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നതുകൊണ്ടാണ് വർക്കൗട്ട് മാറ്റി വെച്ചിരുന്നത്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇന്നോട്ട് വർക്കൗട്ട് തുടങ്ങാം. ഇനിയിപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് പോകണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് വർക്കൗട്ട് സംബന്ധിച്ച്. അതൊക്കെ വഴിയെ പറയാം, എന്താണെന്നുള്ളതൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചെസ്റ്റും ട്രൈസും ആണ് കേട്ടോ. ഫുൾ ബോഡി വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ ബോഡി ഓൾറെഡി ഇതായിട്ടിരിക്കുന്നത് കൊണ്ട്, വർക്കായിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചെറിയ രീതിക്ക് ചെറിയ വെയിറ്റ് ഇട്ട് ആദ്യമേ തുടങ്ങിയിട്ട് പതുക്കെ നമുക്ക് പഴയതുപോലെ വെയിറ്റ് കയറ്റി അടിക്കാം. അപ്പോൾ ഇന്ന് ചെറിയ രീതിക്കാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് ബൾക്കാണ് കേട്ടോ. ബൾക്കിംഗ് വർക്കൗട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബോഡി ഒന്ന് ബൾക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയിട്ടാണ്. ഓക്കെ ഗായ്സ്, അട്ടപ്പട്ടെല്ലാം മൂഞ്ചെന്ന് വേണമെങ്കിൽ പറയാം. സംഭവം ജിമ്മ് തുറന്നിട്ടില്ല, ജിമ്മ് അടച്ചിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് കർക്കിടകമാവല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഞാനിപ്പോഴാണ് ജിമ്മിൻ്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയതേ. അതിൽ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുറക്കത്തില്ലെന്ന്. എൻ്റെ ഒരു വിധി നോക്കണേന്നാണേ. സംഭവം ഇത്രയും ദിവസം ജിമ്മ് തുറന്നിരുന്ന ദിവസമൊന്നും പോയില്ല. കറക്റ്റ് അവധിയുള്ള ദിവസം തന്നെ അന്ന് ചാടിക്കൊടുത്തു. സന്തോഷമായ ഇങ്ങോട്ട് നോക്ക്. സന്തോഷമായ നിനക്ക് സന്തോഷമായ? ഞാൻ തിരിച്ചു വന്നു. ഇന്ന് കർക്കിടകമായോണ്ട് ജിമ്മ് അവധി. ഗ്രൂപ്പിലുണ്ടായിരുന്നേ, ഞാൻ നോക്കിയില്ല. നോക്കാതെ അവിടെ ചെന്നിട്ട് ഗ്രൂപ്പ് എടുത്ത് വെച്ച് നോക്കി, ജിമ്മ് തുറക്കാത്തതുകൊണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിൽ മാസ്റ്റർ പച്ച മലയാളത്തിൽ എഴുതിയിട്ടുമുണ്ട്, വോയിസ് ഓവർ ഇട്ടിട്ടുണ്ട്. ഇന്ന് ജിമ്മില്ല, വന്നിട്ട് തിരിച്ചു പോയേണ്ടി വരും. വലിയ ഡയലോഗൊക്കെ അടിച്ച് പോയതാണ്. മൊത്തത്തിൽ പ്ലിങ്ങി. എനിക്കറിഞ്ഞൂടെ, വലിയ ഇതിൽ പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ജോലിക്ക് പോവാം. ജോലി ഉണ്ടാകുന്ന പറഞ്ഞുകൂടാ, മഴയായിട്ട് അതും അറിഞ്ഞൂടാ. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് മുടങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്നു മുതൽ വർക്കൗട്ട് തുടങ്ങുമെന്ന് ഞാൻ തീരുമാനിച്ചാണല്ലോ. അപ്പോൾ നമുക്കല്ല എനിക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 500 പുഷപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 500-ൽ എത്രണ്ണം അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. 500 എൻ്റെ ഗോള്. 500. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പുഷപ്പ് അടിക്കുന്നുള്ളത്. കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ എത്രയാണ് അടിച്ചതെന്നുള്ളത് ഞാൻ നമ്മളോട് പറഞ്ഞിരിക്കും. ഓക്കെ, 500 ആണെങ്കിൽ 500-ന് താഴെയാണെങ്കിലും എത്ര ആണെങ്കിലും ഓക്കെ. അപ്പോൾ ഞാൻ പുഷപ്പ് അടിക്കാനായിട്ട് പോവുകയാണേ. ഇത് സംഭവം വേറെ വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അപ്പോൾ ആദ്യത്തെ സെറ്റ് 30 കേട്ടോ അടിച്ചത്. ആദ്യം തുടക്കത്തിൽ 30 അടിച്ച്. അപ്പോൾ മൊത്തം എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 500 ഗോള്. 500 തികയെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് അടിക്കാൻ പോവുകയാണേ. എത്ര പോകുമെന്ന് നോക്കാം. ഓക്കെ, 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 45.
പോണില്ല കേട്ടോ. അപ്പം രണ്ടാമത്തെ സെറ്റ് 15 രണ്ടാമത്തെ സെറ്റ് 15. അപ്പോൾ 30, 40, 45. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ എടുക്കാനുള്ള ലെങ്ത് ഫോണിൽ കുറവായിരിക്കും. അപ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ എത്രയാണ് അടിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. അല്ലാതെ ഞാൻ എത്ര അടിച്ചു, എത്ര പുഷപ്പ് വരെ ഫുള്ള് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ പുഷപ്പ് അടിക്കുന്ന അപ്ലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയാണ് പുഷപ്പ് അടിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും. എനിക്കിപ്പോൾ എണ്ണം കൂട്ടി പറഞ്ഞിട്ടോ പറഞ്ഞിട്ടോ എനിക്കൊന്നും നേടാനില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫുള്ള് എന്നെ കൊണ്ട് മാക്സിമം അടിക്കാൻ പറ്റുന്ന അടിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് 500 പോയില്ല, 300 അണഞ്ഞു കേട്ടോ. വയ്യ, ഞാൻ മാക്സിമം നോക്കി, പറ്റുന്നില്ല. ഒരു 10 കൂടെ അടിക്കാൻ നോക്കാം. അപ്പോൾ 310 ഗൈസ്. നല്ലതുപോലെ പമ്പായി കേട്ടോ, നല്ലപോലെ പമ്പായി. ഇനി വയ്യ. പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ചിന്നപ്പൂടെ അടിക്കാം. എത്ര ചിന്നപ്പൂ പോകുമെന്ന് അറിഞ്ഞൂടാ, ഞാൻ അതൊരു എണ്ണം പറയുന്നില്ല. എത്ര പോകുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്കിവിടെ ചിന്നപ്പ് ചെയ്യാനായിട്ട് റിങ്ങോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ഞാൻ ഈ സൺഷൈഡിലാണ് സാധാരണ ചിന്നപ്പ് ചെയ്യാറ്. എത്ര ചിന്നപ്പ് പോകുമെന്ന് നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ഇപ്പോഴേ പുഷപ്പ് അടിച്ച് തന്നെ അണഞ്ഞിരിക്കുകയാണ്. നോക്കാം. ഫസ്റ്റ് സെറ്റ് 6 പോയുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഓക്കെ. അണഞ്ഞു കേട്ടാ അയ്യ.
ഓക്കെ. അപ്പോൾ എന്തായാലും നാളെ മുതൽ വർക്കൗട്ട് തുടങ്ങണം. വർക്കൗട്ട് തുടങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മസിൽ മാസും ബോഡി മാസൊക്കെ ഒരുപാട് കുറഞ്ഞു. സംഭവം ബൾക്ക്നെസ് ഒരുപാട് പോയി, ഷേപ്പ് പോയി. ഇപ്പോൾ എൻ്റെ മുമ്പത്തെ ഷേപ്പ് പോലെ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, അതെല്ലാം ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ സമയമായപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. എൻ്റെ സംഭവം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത് അത് ശരിയാവില്ല കേട്ടോ. അതെല്ലാവരും പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത്. പക്ഷെ നമ്മൾ 3-4 ദിവസമൊക്കെ ചെയ്യും, പിന്നെ അങ്ങ് കഴപ്പാവും. ഇപ്പം ഞാൻ ആദ്യമൊക്കെ ചെയ്തു, പിന്നെ അങ്ങ് നിർത്തി. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, പുഷപ്പ് പോലും ഒരു 100 പുഷപ്പ് പോലും പെട്ടെന്ന് 2 സെറ്റ് പോലും ഞാൻ 100 പുഷപ്പ് അടിച്ചില്ല. അപ്പോൾ അതൊന്നും തന്നെ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ കാണിച്ചു തരാം, ഇനി കാണിച്ചു തരാം. ഇനി മാക്സിമം ദൈവം സഹായിച്ച് ഇനി കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സംഭവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ടാണ് അങ്ങനെ ആയിപ്പോണത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയേ. അപ്പോൾ ഞാൻ സൈറ്റിലെത്തി ചേട്ടാ. ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് കുറച്ച് വർക്കുണ്ട് കേട്ടാ. ഈ പണി തീർന്നു ഇവിടെ, പക്ഷേ നമുക്കിവിടെ ചെറിയ കുഞ്ഞു വർക്കുകളുണ്ട്. ഇത്ര ചാന്തിനുള്ള വർക്കേ ഉള്ളൂ. ഈ സൈഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാ. അതേ കണക്ക് എൻ്റെ 4 ഈറ്റും ഈ പ്ലംബിങ് ചെയ്തതിൻ്റെ ഇതേപോലത്തെ ചെറിയ ക്രാക്കുകളും കാര്യങ്ങളും ഉണ്ട്. അത് ഫുള്ള് ഇന്ന് തീർക്കണം. അതാണ് ഇന്നത്തെ വർക്ക്. ഒരു സൈഡിൽ കൂടെ മഴയും ഒരു സൈഡിൽ കൂടെ പണിയും നടക്കുന്നുണ്ടായിരുന്നേ. സമയം ഉച്ച കഴിഞ്ഞ് നമ്മൾ ഉണ്ണാനായിട്ട് ഇറങ്ങിയിട്ടാ. നമ്മൾ 2 പേരുണ്ടായിരുന്നു, ഒരാൾ വീട്ടിൽ പോയി. അപ്പം എൻ്റെ ചോറ്റും പാത്രം ഞാൻ തുറന്ന് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മീൻ കറി, പൊരിച്ച മീനെടുത്ത് മാറ്റി വെച്ച്, അവിയലെടുത്ത്, മീൻ കറി. അയ്യോ, ഇത് മീനല്ല കേട്ടാ, സോയ കറിയായിരുന്നു കേട്ടാ. ഞാൻ ഓർമ്മിച്ചില്ല, സോയയാണ്. അപ്പോൾ സോയാ കറിയും പൊരിച്ച മീൻ അടിപൊളിയാണ് കേട്ടാ. പൊരിച്ച മീനും അതെ ഞാൻ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇവിടെ കുറച്ച് ചില്ലറ പണിയൊക്കെ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അടുത്ത സൈഡിലോട്ട് പോവുകയാണ്. അവിടെ എൻ്റെ കൂടെ വേറെ ആളുകൂടെ ഉണ്ട്. അവിടെ ഇനി നമുക്ക് മേളിൽ, അതായത് കോൺക്രീറ്റ് ഇട്ടിട്ട് മേളിൽ വെച്ചിരുന്ന ചെറുപ്പൊക്കെ പൊളിച്ച് കുറച്ച് പലയൊക്കെ പൊളിച്ച് അവിടെയൊക്കെ ക്ലിയർ ആക്കാറുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്, മഴയുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സൈറ്റിൽ വന്നു കേട്ടോ. രണ്ടാമത്തെ സൈറ്റിൽ എന്തിനാണ് ഉറപ്പെന്നുള്ളത് കാണിച്ചു തരാം. ഇന്ന് നൈറ്റ് പണിയാണേ. അതായത് ഈ കളങ്ങൾ കണ്ട, ഈ കളങ്ങളെല്ലാം പൊട്ടിച്ച് മാറ്റി വെള്ളമെല്ലാം തുറന്നു വിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഈ ഇരിക്കുന്ന കളങ്ങളെല്ലാം ഇപ്പം നല്ല മഴയുണ്ട്. അപ്പം ഇതിൻ്റെ അടുത്ത ഘട്ടം പണി തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അതാണ് അടുത്ത പണി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വർക്കിലോട്ട് കിടക്കട്ടെ. ഹലോ, ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരാം. മഴയൊന്നുമില്ല, മഴയില്ല. ഇറങ്ങി പേടി. പിന്നെ കൊച്ചു പിന്നെ ഇങ്ങോട്ട് വരാൻ ആര് പറഞ്ഞു? അത് പിന്നെ ഇവിടെ ഭയങ്കര തെന്നലല്ലേ. ഓ, പായല്. അതെന്ത്? എനിക്ക് വിശക്കുന്നത്, ഞാൻ ചോറ് തിന്നിട്ടേ പോണു. ഒരു ലോഡ് തുണി കഴുകാനുണ്ട് കേട്ടാ.
ഒരു ലോഡ് തുണി കഴുകാനുണ്ട്. എല്ലാം സർഫിട്ട് വെച്ച് കളഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അത് എനിക്ക് ഇനിയും തള്ളി നീക്കി കൊണ്ടുപോകായിരുന്നു. അപ്പം തുണി കഴുകൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ നീക്കി കൊണ്ടുപോകണം. അപ്പം സർഫിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി നീക്കി കൊണ്ടുപോകാക്കൂല. അതുകൊണ്ട് തുണി മൊത്തം കഴുകണം. സംഭവം എന്ന് വെച്ചാൽ തോട്ടിലോട്ട് പോയാൽ തോട്ടിൽ ഭയങ്കര മാരക തണുപ്പ്, തോട്ടിലിറങ്ങുമ്പോൾ തന്നെ കിടുവലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കഴുകിയിട്ട് തോട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് മുറുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ